ഈയിടെ ഈ സ്വർണത്തിൻ്റെ കാര്യം എവിടെ എഴുതിച്ചില്ല? മാതൃഭൂമി, മിസ്റ്റർ മാതൃഭൂമി, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ബ്ലഡി മാതൃഭൂമി, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? നിങ്ങൾ നമ്മളെക്കാളും ഭയങ്കര വലിയ ആളാണ്. അത്രയ്ക്കായോ? ഇവർ നമുക്ക് വെല്ലുവിളി ചെയ്യോ? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നൊരു സാറ്റർഡേ ആയിട്ട് മിക്ക ഓഫീസസിലും അസോസിയേഷനുകളിലൊക്കെ ഒരു ഓണം സെലിബ്രേഷൻ മൂഡിലായിരിക്കും. അതിനിടയിൽ കൂടി നമ്മുടെ ഒരു വിഷയം, ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ടോട്ടൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, അഖിൽ നാർജിയുടെ വൈഫ് മേഘയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും. കാരണം ഒരുവിധം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അതിലേറെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണല്ലോ അത് ചെയ്ത സമയത്ത് അതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മുൻപന്തിയിൽ ഈ നാട്ടിലുള്ള എല്ലാ ടീംസും ഉണ്ടായിരുന്നു. അതിൽ റിയാക്ഷൻ ചെയ്യാത്തവരില്ല എന്ന് പറഞ്ഞിടത്ത് കുറ്റപ്പെടുത്താൻ ഏതൊക്കെ ദിശകളിൽ നിന്ന് ആരൊക്കെ ഓടി വന്നു എന്നുള്ളത് അറിയില്ല. അത് നല്ലത് പറഞ്ഞു എന്നൊന്നും പ്രശ്നമല്ല, അങ്ങോട്ട് പോട്ടെ. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളാണ്. മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മലയാള മനോരമ, ഇതിൻ്റെ താഴെ വരുന്ന ഇന്ത്യൻ സിനിമ ഗാലറി, അങ്ങനത്തെ ഒരുപാട് ചാനൽ, ഒരുവിധം എല്ലാവരും വിഷയങ്ങൾ എടുത്തിട്ട് അതിതീവ്രമായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത്, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളായിട്ട് കൂടി അറിയാത്തത് ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അറിഞ്ഞെന്നറിയില്ല. ഈ വിഷയം താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം. മേഘയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്, പിന്നെ വേറെ ചില ഇൻഫർമേഷനുണ്ട്, എക്സ്ക്ലൂസീവാണ് കേട്ടോ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് മേഘയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. കാവി നിറത്തിൽ, ഞാൻ ഇതിന് മുന്നേ കാവി ഇട്ടത് കണ്ടത് നമ്മളെ പെർലിമാണിയാണ്. പെർലിമാണി കാവി ഇട്ട് ഏറെ പോയതിനു ശേഷം വേറെ ആരും കണ്ടിട്ടില്ല. മേഘ നായർ ഏകദേശം 2 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉറ്റുനോക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. അത് സത്യം, ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. ഇനി അത് ഡിനൈ ചെയ്യുമോയെന്ന് അറിയില്ലായിരുന്നു. കാരണം ഇന്നലത്തെ മറ്റേ ചങ്ങാതിയുടെ വോയിസ് ഉണ്ടല്ലോ, ഫാമിലി ഫ്രണ്ടിൻ്റെ വോയിസ് കേട്ടപ്പോൾ തോന്നിയത് ചിലപ്പോൾ ഒരു വ്യാജ AI CCTV ആണെന്നുള്ളത്. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 10 ദിവസം ഈ ഡ്രൈവറെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. അതായിരുന്നു ആ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഫോട്ടോ. തിരികെ ഞാൻ 1 ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്, അതായത് അനൂപിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഇത്രയും വലിയൊരു വിരോധാഭാസം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നമ്മളെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ APJ അബ്ദുൽ കലാം, അതുപോലത്തെ അങ്ങനത്തെ ആൾക്കാരുണ്ടോ, ഫിലോസഫേഴ്സ് പോലും ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ അനൗദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടില്ല. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. വിവാഹം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീ 7 വർഷത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അതിനെ ഒഴിവാക്കി രാത്രി നൈറ്റി ഇട്ടിട്ട് ഓടി ഇറങ്ങി വന്നത് ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടല്ലാതെ. ഇത്രയും വലിയൊരു കോമഡി. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത് എൻ്റേതായ കാരണങ്ങൾ ഉണ്ട്. അതെനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യവുമില്ല. ശരി, നല്ല കാര്യം. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ചേടാ, ഈ സ്ത്രീ മുട്ടാൻ കോമഡിയാണല്ലോ. അവർ തമ്മിൽ പരസ്പര കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല എന്നുള്ളത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലേറെ വലിയൊരു എഗ്രിമെൻ്റ് അല്ല, ഇതിലേറെ വലിയൊരു ഉടമ്പടി, എന്താ പറയുക, വിവാഹ ഉടമ്പടി ഉണ്ടായിരുന്നു അല്ലേ? അത് ശരിയാണ്. ഇത് തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും പാടില്ല. എഗ്രിമെൻറ്റ് ഒരിക്കലും ഇതാക്കാൻ പാടില്ല. ഞങ്ങൾ തമ്മിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത്, ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കേണ്ടതാണ്. ഈ ഒരു വിഷയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദ ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് ആ ചങ്ങായിനെയാണ്, സീക്രട്ട് ഏജൻറ്റ്. പാവം, അതിനെ കൊണ്ടുപോയിട്ടാണ് ഒരൊറ്റ വാചകം പറഞ്ഞു പോയി, എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ കല്യാണത്തിന് പോയിരുന്നു എന്നും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോടുകൂടി അതിനെ പിടിച്ച് അടിച്ച് കയറ്റി. ഇറങ്ങിയത് എപ്പോഴും അറിയോ? ഇപ്പം 2ാമതൊരാൾ കയറിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അയാളെ ഉദ്ദേശിച്ചാണെന്നറിയില്ല. ആരും വിശ്വസിക്കേണ്ട.
പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കേണ്ടാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സും കൂടി കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ന്യൂസ് കേട്ടോ, അതാ സീക്രട്ട് ഏജൻറ്റിനെ ടാഗ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ഇനി ആവർത്തിക്കരുത് കേട്ടല്ലോ, ഇപ്പോൾ കുട്ടി പോയിക്കോ. അത് ഒന്ന് ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാനല്ല. ഈ വരിയാണ് എന്നെ ഹഠാത് ആകർഷിപ്പിച്ചത്. 7544 ലൈക്ക് ഉണ്ട്. എന്താ കഥ? ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട്, ഇത് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് ഡയലോഗ് കേട്ടോ. നിങ്ങൾ ആരൊക്കെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഒരാളുടെ കൂടെ ഇറങ്ങി വന്ന് കളഞ്ഞിട്ട് പോകാനല്ല. ഇതൊരു സിനിമയിലാണോ എനിക്കറിയില്ല. ഇത് ചിലപ്പോൾ സിനിമയിൽ ഡയലോഗ് ആവാൻ വരാൻ ചാൻസ് ഉണ്ട്. എഴുതി വെച്ചോളുണ്ടോ, ഏതെങ്കിലും ഒരു സിനിമയിൽ ഇപ്പോൾ അടുത്ത് വരും. ചേട്ടാ ഞാൻ ഓർത്ത് അനൂപേട്ടൻ എഴുതിയ കവിതയാണെന്ന്. ഇത് വേറെ സെൻറ്റൻസ്. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ആൾക്കാരെ ഉപദേശിക്കണേ. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് പോലും എന്നാൽ പിന്നെ ഡിവോഴ്സ് ചെയ്താൽ പോരെ, നൈറ്റ് ഇട്ട് രാത്രി ഓടിപ്പോണമെന്ന്. ഇതെന്താ താളിയോല എഴുതിക്ക് സത്യം പറയാതെ ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, താളിയോലയാണോ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നോട്ടഡ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. അഗ്രിമെൻ്റ് ഒക്കെ എഴുതി വെച്ച സ്ഥിതിക്ക് ഒരു ചുരിദാറെങ്കിലും ഇട്ട് പോകാമായിരുന്നു. ഇപ്പോൾ ഒരു റോസ് നൈറ്റ് കണ്ടാലും CCTV വീഡിയോ ഓർമ്മ വരും. എന്താ പറയുക, സത്യം കേട്ടോ. ഇപ്പോൾ ആര് റോസ് നൈറ്റ് ഇട്ട് കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ CCTV ഓർമ്മ വരികയാണ്. മേൽ പറഞ്ഞ കാര്യങ്ങളോ കേരളത്തിൽ നാളെ ശനിയാഴ്ച. ഇന്നരട്ടെ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ ഈ മോശം കമൻ്റ് ഇടുന്നവർ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ വളരെയധികം കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഒരു പക്ഷേ നല്ല നർമ്മം കൈകാര്യം ചെയ്യാൻ, നല്ല രീതിയിൽ കാര്യങ്ങൾ എഴുതാനുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മൾ കമൻറ്റ് ബോക്സിൽ കാണും. ഈ പെണ്ണ് ഒരിക്കലും വിചാരിച്ച് കാണില്ല എൻ്റെ ഒളിച്ചോട്ടം ഇൻ്റർനാഷണൽ ലെവലിൽ എത്തുമെന്ന്. എന്തായാലും ലോകമറിഞ്ഞ് ചോറും മീനും എന്ന് പറയുന്ന പോലെ ലോകമറിഞ്ഞ ഒളിച്ചോട്ടം സത്യം പാവട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആയാൽ പോരുന്നത്. പക്ഷെ ഒരു കാര്യം, ഡോണ്ട് റിപ്പീറ്റ് അഗെയിൻ. ഇപ്പോൾ CCTV വിഷ്വൽ ഏത് കണ്ടാലും പെട്ടെന്ന് നിങ്ങളെ ഓർമ്മ വരുന്നത്. ഓക്കെ, എന്തായാലും മലയാളത്തിൽ ഞാൻ കമൻറ്റും കൂടി കണ്ടത്, മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴ് തെലുങ്ക് കന്നഡയുണ്ട്. ഇതിലൊക്കെ ഒന്ന് എഴുതി സ്റ്റാറ്റസ് ഇടായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ പോലെയെങ്കിലും കൊടുക്കാമായിരുന്നു. കാരണം പോസ്റ്റാക്കിയിട്ടുള്ള ആൾക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്യാലോ. സീരിയസ്ലി പാൻ ഇന്ത്യൻ റീച്ചായ ഒരു സംഭവമാണ്. യെസ്, ഇനി ഇതിന് നമ്മൾ നോക്കാൻ പോകുന്നത് മാതൃഭൂമി. എൻ്റെ സ്വന്തം മാതൃഭൂമി എവിടെ പോയി? മാതൃഭൂമിയിൽ വന്ന ന്യൂസ്, എൻ്റെ പൊന്നു മാതൃഭൂമി, വെറുതെ ആൾക്കാർ ഇവിടെ കിടക്കുന്ന വ്ളോഗർമാരെ വായിലിരിക്കുന്നത് കേൾക്കണോ? വല്ല ന്യൂസും റിപ്പോർട്ടിൽ നടന്നാൽ പോലെ. എൻ്റെ പൊന്നു മാതൃഭൂമി, അഖിലിൻ്റെ വീട്ടുകാർ തന്ന സ്വർണ്ണങ്ങളെല്ലാം അവിടെ തന്നെ തിരികെ കൊടുത്തുവെന്നും തൻ്റേതല്ലാത്ത ഒന്നും എടുത്തിട്ടില്ലെന്നും മേഘ വ്യക്തമാക്കുന്നു. ഇത് എവിടെയാണ് വ്യക്തമാക്കിയത് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ ആ പോസ്റ്റിൽ എവിടെയും കണ്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും മേഘ വ്യക്തമാക്കിയോ മാതൃഭൂമിയോട് വ്യക്തമാക്കിയോ എന്നുള്ളത് അറിയില്ല. തെറി പറയുന്നില്ലേ? മറ്റേ പൃഥ്വിരാജ് ജനഗണമന ചോദിച്ചാൽ സ്റ്റാറ്റസ് ഇടുന്നില്ലേ? ബ്ലോഗർമാരോടാണ് കേട്ടോ. തെറി പറയുന്നില്ലേ? ഭയങ്കരമായിരുന്നല്ലോ. മാതൃഭൂമിയിൽ തെറി പറയൂ. അഖിലിൻ്റെ വീട്ടിൽ നിന്ന് അനൂപിനൊപ്പം പോയതെന്ന് സത്യം, കാരണം പറയാൻ താല്പര്യമില്ലെന്ന് മേഘ നായർ. അങ്ങനെ പറഞ്ഞൂടാ, നമ്മളെന്തിനു വന്ന്? മാതൃഭൂമി കേട്ടോ, മാതൃഭൂമിയുടെ കാര്യം പറഞ്ഞത്. ഇതിന് എന്തൊക്കെയാണ് മാതൃഭൂമി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അറിയോ? ഓണം ഫെസ്റ്റോ, അവിടെ പോയിടോ. ഇതാക്കണം ഒരു മിനിറ്റ് കേട്ടോ. ന്യൂസ് ഇത് ഞെക്കുന്ന സമയത്ത് ഓണാണല്ലോ വരുന്നത്. ഇതെങ്ങനെ അടുത്തേക്ക് പോവുക? ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടി പരസ്യം ഭഗവാനെ. ഇത് വരുന്നും കാണാനില്ലല്ലോ. ചേടാ എന്ത് പറ്റിയടാ? ഇതില്ല എന്നെ പറ്റിച്ച അല്ലല്ലല്ല. അഖിൽ വീണ്ടും ഓണോ? ഇത് ഫുൾ ഓണാണ് വരുന്നത്. ക്ഷമിക്കൂ സഹോദരങ്ങളെ, ഇവർ മാക്സിമം ഇതിൻ്റെ കൂടി പരസ്യം കുത്തിക്കയറ്റിയിട്ട് തന്നെ നശിപ്പിക്കാനുള്ള ശ്രമമാണ്. അഖിൽ എന്നാടിയുടെ വീട്ടിൽ നിന്ന് മനോവിനൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത സ്ഥിരീകരിച്ച് മേഘ നായർ ഇറങ്ങി വന്നത് സത്യമാണെന്നും ഇപ്പോഴുള്ള അനൂപ് ഇറങ്ങിപ്പോയ സത്യസ്ഥിതി മേഘ നായർ സത്യമാണ്. എന്തൊക്കെ മേഘ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പങ്കുവച്ചിരുന്നു. ഇത് അവർ അനൂപിനൊപ്പം പോയതെന്നാണ്. ഞാൻ ഇറങ്ങി വന്നത് സത്യം. 10 ദിവസം അനൂപിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മേഘ വ്യക്തമാക്കി. അഖിലിൻ്റെ വീട്ടുകാർ തന്നെ ഇതിലുണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ലെന്ന് എഗ്രിമെൻ്റ് ഉണ്ട്. മേഘ പറയുന്നു, സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത് മേഘ. അഖിലിൻ്റെ വീട്ടുകാർ തന്ന സ്വർണ്ണങ്ങളെല്ലാം അവിടെ തിരികെ കൊടുത്തുവെന്നും തൻ്റേതല്ലാത്ത ഒന്നും എടുത്തിട്ടില്ലെന്ന് മേഘ വ്യക്തമാക്കുന്നുണ്ട്. അതെവിടെ വ്യക്തമാക്കിയത്? ചേടാ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. അഖിലിൻ്റെ വീട്ടുകാർ തന്ന സ്വർണ്ണങ്ങളെല്ലാം അവിടെ തിരികെ കൊടുത്തുവെന്നും തൻ്റേതല്ലാത്ത ഒന്നും എടുത്തിട്ടില്ലെന്നും മേഘ വ്യക്തമാക്കുന്നുണ്ട്. ഇതല്ലേ പോസ്റ്റ്? ഇതിലെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അച്ഛൻ്റെ വീട്ടിലാണ്. ഞാൻ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ. മേഘ നായർ പോസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കൾ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് എനിക്ക് പബ്ലിക്കിൽ താല്പര്യമില്ല. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല. ഈ പറഞ്ഞ പുള്ളിയോ നേരിട്ട് ഞാനോ എന്ന് പറയില്ല. പിന്നെ സുഹൃത്തിന് ചേട്ടാ ഈ സ്വർണ്ണത്തിൻ്റെ കാര്യം എവിടെ എഴുതിച്ചില്ല? മാതൃഭൂമി, മിസ്റ്റർ മാതൃഭൂമി, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ബ്ലഡി മാതൃഭൂമി, നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത് കിട്ടിയത്? നിങ്ങൾ നമ്മളെക്കാളും ഭയങ്കര വലിയ ആളാണ്. അത്രയ്ക്കായോ? ഇവർ നമുക്ക് വെല്ലുവിളി ചെയ്യോ? നമുക്കല്ല, ചില ആൾക്കാർക്ക്
അച്ഛൻ്റെ വീട്ടിലാണ് ഇതോടെ വിഷയത്തിൽ സ്ഥിരീകരണവുമായി മേഘ രംഗത്തെത്തിയത്. വാർത്തകളോട് പ്രതികരിക്കുക പോട്ടെ. അപ്പോൾ മാതൃഭൂമിക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി? ഫ്രം വെയർ ഡിഡ് യു മാതൃഭൂമി ഗെറ്റ് ദിസ്? ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വിശേഷം. ഇത് മുഴുവൻ കണ്ടിട്ട് ചീത്ത പറയുന്നുണ്ട് തന്നെ. അല്ല കേട്ടോ, നിങ്ങൾ നല്ല പ്രേക്ഷകരുണ്ട്. നല്ല പ്രേക്ഷകർ പറഞ്ഞാൽ ഈ വിഷയങ്ങൾ താല്പര്യമുള്ള പ്രേക്ഷകർ മാത്രമേ കണ്ടു നീകരിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹാപ്പിയാണ്.